ഹായ് തമ്പി സാർ. ഹായ് തമ്പി സാറേ. എനിക്ക് എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി. യെസ്. അപ്പൊ നമ്മള് ബിഗ് ബുക്കിന്റെ ഒരു പഠന കൂട്ടായ്മയായിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു ശ്രമം നടത്തുകയാണ്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം, ഹോളി ടെക്സ്റ്റ് എന്നോ എക്സർസൈസ് ബുക്ക് എന്നൊക്കെ ഇതിനെ പറയാം. നമ്മൾ പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന എന്താണ് എക്സർസൈസ് ബുക്ക്. എക്സർസൈസ് ബുക്കുകൾ പഠിച്ചാണ്, അതിൽ നിന്നാണ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. ഇവിടെ പരീക്ഷയില്ല, പക്ഷെ ജീവിതം എന്ന എല്ലാം നമുക്കറിയാം. നമ്മൾ ഏത് തലത്തിലാണ് എയിലേക്ക് എത്തിച്ചേർന്നതെന്നും അതൊരു ദൈവാനുഗ്രഹമാണെന്നൊക്കെ നമുക്ക് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് 1 മാസം കൊണ്ട് മനസ്സിലാവും, ചിലർക്ക് 10 ദിവസം കൊണ്ട് മനസ്സിലാവും. എനിക്കൊക്കെ ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ് മനസ്സിലായെന്ന്. എനിവേ, അങ്ങനെ നമ്മൾ 1, 2, 3 പടികൾ ബിഗ് ബുക്കിൽ നിന്ന് മനസ്സിലാക്കി 4, 5 പടികൾ നമ്മൾ ഭയന്ന് എന്നൊരു ആളുകളാണ്. 4, 5 പടികളിലേക്ക് നോക്കാൻ തന്നെ ധൈര്യപ്പെട്ടില്ല. പക്ഷെ നമ്മൾ അതിന് ഒരു സ്പോൺസറുടെ സഹായവും അതുപോലെ മീറ്റിങ്ങും ഈ ബുക്കിനെയും എടുത്ത് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് വളരെ ലളിതമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഇത് ഒരു ശ്രമം നടത്തിയാൽ ഇത് ലളിതമാണ്. നമ്മൾ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മനോഭാവം മനസ്സിൽ വന്നുപോയാൽ അത് പിന്നെ നടക്കൂല. അപ്പൊ 4-5 പടികള് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ചാപ്റ്ററിൽ 4-4 പടി, 3-4 പടികൾ, 3-4 പടികൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞതാണ്. പിന്നീട് ഇൻടു ആക്ഷൻ, പ്രവൃത്തി ഭാഗത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിലാണല്ലോ നമ്മളതെ. അപ്പൊ അതില് വരുന്ന പടികളാണ് 5, 6, 7 പടികൾ. 4-5 പടികളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്കും മനസ്സിലായതാണ്. നമ്മൾ 4ാമത്തെ പടി ചെയ്തപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ചിത്രം തെളിഞ്ഞത്. എന്നിലുള്ള ആരൊക്കെയാണ് എനിക്ക് വിദ്വേഷമുള്ളത്, എനിക്ക് ദേഷ്യമുള്ളത്, എന്റെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങള്, ലൈംഗികമായിട്ടുള്ള എന്റെ തെറ്റായിട്ടുള്ള ചില പ്രവർത്തികൾ, ഇതിലെല്ലാം ഞാൻ കടലാസിൽ പകർത്തി എഴുതിയിരുന്നു. അപ്പൊ അവിടെ ഒരു സ്റ്റെപ്പിലും നമുക്ക് ഒരു വലിയൊരു വാർണിംഗ് ആയിട്ടൊന്നും എങ്ങും എഴുതിയിട്ടില്ല. പക്ഷെ 4ാമത്തെ പടിയിലും 5ാമത്തെ പടിയിലും വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരുടെയൊക്കെ ലിസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഇതിനകത്ത് 4ാമത്തെ പടിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വായിച്ചു പോയതാണ്, അങ്ങോട്ട് ബുക്ക് പേജിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾ ഈ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തുടർന്നാൽ നമ്മൾ മദ്യപിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ 5ാമത്തെ പടി, 4ാമത്തെ പടി, 5ാമത്തെ പടിയിൽ പറയുമ്പോഴും നമ്മൾ ഭയന്ന് നിൽക്കാതെ തുറന്ന് ദൈവത്തിന്റെ മുമ്പിലും മറ്റൊരു വ്യക്തിയുടെ മുമ്പിലും തന്നോട് തന്നെയും തന്റെ ഈ തെറ്റുകൾ, തന്റെ കുറവുകൾ, തന്റെ യഥാർത്ഥ ചിത്രത്തെ തുറന്ന് കാണിക്കുക. നമ്മൾ എഴുതി വെച്ചത് അങ്ങനെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഫേസ് ടു ഫേസ് ആയിട്ടിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണം. ഈ പടി ഒഴിവാക്കിയാൽ, ഇഫ് യു സ്കിപ്പ് ദിസ് വൈറ്റൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ പടി ഒഴിവാക്കിയാൽ, പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 5ാമത്തെ പടി ഒഴിവാക്കിയാൽ നിശ്ചയമായും നിങ്ങൾ കുടിച്ചിരിക്കും. അതാണ് ബിഗ് ബുക്ക് പറയുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ 4-5 പടികൾ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു 4ാമത്തെ പടിയുടെ ഈ ഭാഗത്തൂടെ കയറുന്നപ്പോ ചില പറഞ്ഞ ആർക്കും 4ാമത്തെ പടി ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വളരെ ലളിതമാണ്. ചെയ്യാൻ താല്പര്യമുള്ളവർ കുറച്ചുപേര് താല്പര്യം കാണിച്ചു. കുറച്ചു പേർക്ക് അതിന്റെ കുറച്ച് സഹായകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ചിലര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത് പക്ഷെ എനിക്കെപ്പോഴും ഒരു നല്ല ഉറപ്പുണ്ട്, ഒരു നല്ലൊരു വിഭാഗം നമ്മുടെ അംഗങ്ങളും ഈ 4-5 പടികളിൽ വരുമ്പോൾ ഒന്ന് ശങ്കിച്ചു നിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരു പടിയല്ല 4ാമത്തെ 5ാമത്തെ പടി. അപ്പൊ ബിഗ് ബുക്ക് രീതി തന്നെ ചെയ്യാവുന്നതാണ് ഉചിതം. പല രീതിയിലൊക്കെ ഏതായാലും ഞാൻ ആ ഒരു ഇതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്ന ഇപ്പോഴും പറയുന്നു, ആർക്കെങ്കിലും ഇപ്പോഴും 4-5 പടികൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് സാധിക്കും. എന്നെ പോലെ മറ്റു കഴിയുന്നവരെ വേറെ ആരെങ്കിലും ആയിട്ടും എനിക്ക് കൂട്ടി ചേർത്ത് അവരെ കേട്ട നിങ്ങളെന്താണ് ലിങ്ക് ചെയ്ത് തരാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർ വിളിക്കുകയോ മെസ്സേജ് വല്ലതും ചെയ്യുക. മീറ്റിങ്ങിന് ശേഷം പറയുകയോ, എന്റെ നമ്പർ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്താൽ മതി. അപ്പൊ നമ്മളിപ്പോ 6-7 പടിയുടെ അവസാന ഭാഗത്താണ്. അപ്പൊ 6-7 പടികൾ എന്ന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞില്ലേ, ബിഗ് ബുക്കില് പൊതുവെ പറയുന്നൊരു ഫോർഗോട്ടൺ സ്റ്റെപ്സ് എന്നൊക്കെ പറയും. അപ്പൊ ആക്ച്വലി അത് ഫോർഗോട്ടൺ സ്റ്റെപ്സ് അല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
സ്റ്റെപ്പാണ്. ഇവിടെയാണ് നമ്മൾ 6-7 പടി 2 പാരഗ്രാഫ് ആണെങ്കിൽ അതിനുശേഷം കുറെ പേജുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ 9, 10, 11 8ാമത്തെ പടി മുതലുള്ള ഭാഗത്തേക്കൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഇതിനകത്ത് കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു പടിയാണ് ഈ 6-7 പടികൾ. ഇവിടെ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു എക്സാമ്പിൾ വരുന്നതാണ്. അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ 1, 2, 3 പടികളെ നമ്മൾ വീണ്ടും ഈ 6-7 പടികളിൽ നമ്മൾ ഉപയോഗിക്കണം. കാരണം സ്വഭാവത്തിലുള്ള പല വൈകല്യങ്ങളെയും നമ്മൾ കണ്ടെടുത്തു, വിദ്വേഷത്തെ കണ്ടെടുത്തു. എല്ലാം ഏറ്റു പറഞ്ഞാൽ പോലും പലപ്പോഴും പലതും വീണ്ടും തികച്ച് പൊളിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ വന്നുകൊണ്ടേയിരിക്കും. പല സ്വഭാവത്തിലുള്ള ദൂഷ്യങ്ങളെയും നിന്നും വിട്ടുമാറാൻ സാധിക്കാതെ വരും. കാരണം അത്രയ്ക്ക് അഡിക്ഷനായി പോയ ചില കാര്യങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? നമ്മളുടെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കും. ചിലപ്പോ വിചാരിക്കും കുറച്ചൊക്കെ എന്തുകൊണ്ടായിക്കൂടെ പറ്റുന്നില്ല. മദ്യപിക്കാതെയും മീറ്റിങ്ങിൽക്കൊക്കെ പോകും, ഒരുപക്ഷെ സ്പോൺസർ പോലും ആയേക്കാം. പക്ഷെ പല തെറ്റുകളിലേക്ക് വീണ്ടും വന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് ഈ വീണ്ടും നമുക്ക് ഈ പടി പറഞ്ഞു തരുന്ന 6-7 പടികൾ. ആ 6-7 പടികളിൽ നമ്മുടെ ഏത് കാര്യത്തിലാണോ എന്നെ കൊണ്ട് സാധിക്കാത്തത്, ശക്തിഹീനായിട്ട് നിൽക്കുന്ന ആ കാര്യത്തിൽ 1ാമത്തെ പടി ഉപയോഗിക്കുക. മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീൻ എന്നുള്ള വാക്ക് വിദ്വേഷത്തിന്റെ മുമ്പിൽ ശക്തിഹീനാണ്. അങ്ങനെ ആ വാക്ക് മാറ്റിവെച്ചാൽ ഏത് കാര്യത്തിലാണ് ശക്തിഹീനത, ആ രീതിയിലാണല്ലോ നമ്മൾ മദ്യത്തിന്റെ കാര്യത്തിൽ മോചനം നേടിയത് എന്നതുപോലെ തന്നെ അതിനകത്ത് കുറച്ചുകൂടെ. കാരണം ഇവിടെ നമ്മളിൽ നിന്ന് ഇത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ദൈവികമായിട്ടുള്ള ശക്തിയാൽ ലിഫ്റ്റ് ചെയ്യപ്പെട്ടാണ്. നമ്മളുടെ ആരുടെയും കഴിവുകൊണ്ടല്ല മദ്യപാനം എന്നുള്ള ആ തീവ്രമായിട്ടുള്ള ഒബ്സഷനിൽ നിന്ന് മോചനം നേടിയത്. പക്ഷെ ഈ ഒബ്സഷനുകളിൽ നിന്ന് മോചനം വരുന്നതെങ്കിൽ എനിക്ക് ഈ പടികളെ വീണ്ടും ഹോണസ്റ്റ്ലി, അതാണല്ലോ 1ാമത്തെ പടി, ഹോണസ്റ്റി. ആ ഹോണസ്റ്റിയിൽ കൂടി തന്നെ പോയാൽ മാത്രമേ പറ്റുള്ളൂ. ടോട്ടൽ സറണ്ടർ മീൻസ് സറണ്ടർ. ഏത് കാര്യത്തിലാണെന്ന് വെച്ചാലും നമുക്കറിയാം, സ്വയം തീരുമാനിച്ചുള്ള എന്റെ സ്വഭാവത്തിൽ എനിക്ക് മാറ്റാൻ പറ്റാത്ത ഏത് കാര്യമാണ്. ആ കാര്യത്തിൽ ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. മുമ്പൊന്നും ഇത്രയേ പറഞ്ഞാൽ നമുക്കറിയാം. ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ഇതാണ്, ഫിംഗർ ടിപ്സിൽ ഓരോരോ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ചില ആളുകളിൽ എന്താണ് മൂഡ് ചേഞ്ചിങ് മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ ചിലരൊക്കെ അങ്ങനെയുള്ള ഒരു ഡിപ്പെൻഡൻസിയിലേക്ക് പോകും. അതായത് മദ്യപിക്കുന്നൊന്നുമല്ല, വെരി സിമ്പിൾ മൂഡ് ചേഞ്ചർ എന്നുള്ളത്. നോ, ഇറ്റ് വിൽ നോട്ട് വർക്ക്. അത് വർക്ക് ചെയ്യത്തില്ല. ആ രീതിയിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഈ ലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. നമുക്ക് വായിച്ചു കഴിഞ്ഞു പോയെന്ന് എനിക്കറിയത്തില്ല. ആ പ്രകാശം, ദൈവികമായിട്ടുള്ള പ്രകാശം വരില്ല. നമ്മൾ ഈ പ്രോഗ്രാമിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ then നമുക്ക് ഫോളോ ചെയ്ത് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അത് ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലേ, റയർലി ഹാവ് ഐ സീൻ എ പേഴ്സൺ ഫെയിൽ ഹു thoroughly followed our path. നമ്മളുടെ പാത തികച്ചും പിന്തുടരുന്നവർ പരാജയപ്പെടുക വിരളമാണ്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ 6-7 പടികളിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അത് ഈ 1, 2, 3 പടികളുടെ റെപ്പിറ്റേഷന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ കൂടിയാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് മാറണം. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനത് പാലിച്ചിട്ടേ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇത് ബുക്കിലെ അത് ഇതൊക്കെ കേട്ടു പറഞ്ഞു, എന്റെ സ്പോൺസർ പറഞ്ഞു എന്നൊക്കെ കോപ്പി അടിച്ചു നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് സൂപ്പിച്ചിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ഭയങ്കര തെറ്റാണ്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഞാനത് സത്യസന്ധമായിട്ട് ചെയ്യണം. ആ സത്യസന്ധമായിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ നിങ്ങളോട് പറയുന്നത്, അല്ലല്ലേ? ഒരിക്കലും അറിയില്ല. നിങ്ങൾക്ക് ഒരു മദ്യപാനിയെ അങ്ങനെ അധികം നാൾ പൊട്ടനാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ബുൾഷിറ്റർ കനോട്ട് ബുൾഷിറ്റ് എന്ന് പറയും അല്ലെ? ബുൾഷിറ്റർ കനോട്ട് ബുൾഷിറ്റ്. ഒരു മദ്യപാനി വേറെ മദ്യപാനിയെ വട്ടം ചുറ്റിക്കാൻ അധികം പറ്റത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും നമ്മളെ വട്ടം ചുറ്റിക്കാനാണ് അവന്റെ ഇന്റൻഷൻസ് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ സത്യസന്ധതയെ തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവും. സത്യസന്ധത എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്നേഹമുണ്ട്, കരുതലുണ്ട്, എളിമയുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. എല്ലാവരും നമുക്ക് മനസ്സിലായില്ലേ? ഇന്നലെ ആയിരുന്നല്ലോ, ഇന്നലെ അല്ലായിരുന്നു.
തിങ്കളാഴ്ച. യെസ്, നമ്മുടെ പോപ്പ് പിതാവ് നമ്മളെ എല്ലാം വിട്ടു പിരിഞ്ഞു. ഇതുപോലൊരു പോപ്പ് ഈ അടുത്ത കാലത്ത് ഉണ്ടായാല് ജോൺ പോൾ സെക്കൻഡ് അതിനൊരു ദിവ്യനായിട്ട് ഇദ്ദേഹം ഒരു ദിവ്യനായിട്ട് എനിക്ക് അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിന് ഒരു സെയിന്റ് റൂട്ട് കിട്ടാനുള്ള സാധ്യത. അദ്ദേഹത്തിന്റെ എളിമ എത്രയെന്നുള്ള അവസാനത്തെ പുള്ളിയുടെ റൈറ്റിംഗ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ എളിമപ്പെടാൻ ഒരു വ്യക്തിക്ക് സാധിക്കുക. നമ്മളുടെ അതിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിൽ എന്ത് അഹങ്കാരം വരുന്നു. എത്ര ലളിതമായിട്ട് എത്ര ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പോപ്പുമാരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് കുറച്ച് പേർക്ക് ചിലപ്പോൾ അടുത്തടുത്താണല്ലോ. രണ്ടു മൂന്നും ജോൺ പോൾ സെക്കൻഡിനെയൊക്കെ ഈ തലമുറയിലുള്ളവർ കണ്ട. അതിനുശേഷം പോപ്പ് ബെനഡിക്റ്റിന് കണ്ടതാണ്. അദ്ദേഹത്തിന്റെ നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് എഴുതി വെച്ചാണ് ലളിതമായിട്ട് തോന്നേണ്ട പേര്. പുള്ളിയുടെ പേര് പോലും പോപ്പ് ഫ്രാൻസിസ് ഒന്നാമൻ എന്ന് പറഞ്ഞ് എഴുതേണ്ടതാണ്. സിമ്പിൾ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി അദ്ദേഹം പറഞ്ഞു. അതും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. ആദ്യമായിട്ടാണ് ഒരു പോപ്പിന് വേറൊരു ബസിലിക്കയിൽ സെന്റ് മേരീസ്. കാരണം അദ്ദേഹം മാതാവിൽ ആശ്രയിച്ചാണ് പുള്ളിയുടെ പ്രാർത്ഥനകൾ മുഴുവനായിരുന്നത്. എനിവേ ഞാൻ പറയുന്നത് പറഞ്ഞ ഹ്യൂമിലിറ്റി, അതിനെന്നും അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ താഴ്ന്നു കൊടുക്കാനായിട്ട് സന്നദ്ധമാണ്. എന്നിലെ ഞാനെന്നുള്ള അഹംഭാവത്തെ കളയണം. ഇതെല്ലാം പാസിംഗ് ആണ്, മനസ്സിലായില്ലേ? ഇതെല്ലാം കഴിഞ്ഞു പോകുന്ന ഈ ലോകത്ത് എത്രയോ വലിയ സംഭവങ്ങൾ വന്നു, ഇതെല്ലാം കഴിഞ്ഞു. മഹാന്മാര് വന്നു, എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ടെമ്പററി ആയിട്ടുള്ള ഒരു കുറച്ചു കാലം നമുക്ക് കിട്ടി. അതിന്റെ ഒരു നല്ലൊരു പങ്ക് നമ്മൾ മദ്യപിച്ച് നശിപ്പിച്ചു കളഞ്ഞു, മരിച്ചവരായി പോയി. അവിടുന്ന് വീണ്ടും നമുക്ക് ഒരു പുനർജനം തന്നിരിക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ. ഈ നൂറ്റാണ്ടെന്നുള്ളതല്ല, എന്നും ഇതൊരു ഏറ്റവും വലിയൊരു മഹാത്ഭുതമായിട്ട് തന്നെ നിൽക്കും ആൽക്കഹോളിക്സ് അനോണിമസ്. ഇന്നും മരുന്നില്ല, ഇന്നും മെഡിസിൻ ഇല്ല. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു 12 പടികൾ നമുക്ക് തന്നേക്കുന്നു. അതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒറ്റ ദിവസ പരിപാടിയിൽ ഇന്നത്തെ ദിവസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ അത് തെളിയിച്ചവരാണ് ഈ നമ്മുടെ പഴമക്കാർ, ഇതിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ്. അപ്പൊ അതിന്റെ ഇതൊന്നും ഒരു കോയിൻസിഡന്റ് ആയിട്ടൊന്നും സംഭവിച്ചതല്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ കൂടിയാണ് ഇത് ഉണ്ടായതല്ല. ഇതിന്റെ ആ ഫൗണ്ടിങ് ഫാദേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ആളുകൾ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു മഹാത്ഭുതമാണ്. ഞാൻ അന്ന് ഈ മീറ്റിംഗിലാന്ന് പറഞ്ഞത് അല്ലേ, സിഗ്മണ്ട് ഫ്രോയിഡ് മുതൽ കാൾ ജൂങ്, സിൽക്വർത്ത്, ബുക്മാൻ, സാം ഷൂമേക്കർ, ഹെഡ് ഡോളിങ്, പിന്നെ സിൽക്വർത്ത്, പിന്നെ ആരുണ്ട്, എത്ര പേര്. അവരെല്ലാവരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അതേ കാലഘട്ടത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടായത് എന്താ വെറുതെ കോയിൻസിഡന്റ് അല്ല അല്ലെ? അപ്പൊ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അപ്പൊ അതിനെ നമ്മൾ ഫോളോ ചെയ്യാതെ നമ്മൾ കണ്ണടച്ചിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് തന്നിഷ്ടത്തില് തന്നിഷ്ടത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം സക്സസ് ആവുന്നുള്ള കാര്യത്തിൽ വളരെ സക്സസ് ആവില്ല. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഏടെ ഇന്നത്തെ റിക്കവറി റേറ്റ് ഇന്റർനാഷണലി 6% എത്തി ആയിട്ടിരിക്കുക. നമ്മുടെ ഇന്ത്യയിൽ 1.5% എത്തിയുള്ളൂ. 100 പേര് ഇന്ന് ഇന്ത്യയിൽ വരുന്നതിൽ 1.5 പേരോ 2 പേരോ ടെസ്റ്റ് കയറ്റിയാണ് റിക്കവറിയിലാവുന്നുള്ളൂ. റിക്കവറി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ റിക്കവറി അല്ല, ദീർഘനാളത്തെ ലോങ് ടൈമിലുള്ള റിക്കവറി ആയിട്ട് അത് പോയാലാണ്. അപ്പൊ അത് ഇങ്ങനെ ഈ പടികൾ പ്രാക്ടീസ് ചെയ്യുന്നവർ എന്നും പ്രോഗ്രാമിലുണ്ടാവും. അവരിൽ എളിമ ഉണ്ടാവും, അവർക്ക് മറ്റൊരാളെ സഹായിക്കാനുള്ള കഴിവുണ്ടാവും, അവർക്ക് മറ്റുള്ളവരെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കൂളാക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർ കുറെ കഴിയുമ്പോൾ മീറ്റിങ്ങിന് പോകും. അത് നമ്മുടെ അതൊരു പാപമാണുള്ളത്. നമ്മുടെ സ്വന്തം വളർച്ചയെ ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഈ പ്രോഗ്രാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുകയും, ഞാൻ ബോധപൂർവം ഈ പ്രോഗ്രാമിലേക്ക് വന്ന ഒരാളെ തെറ്റായിട്ടുള്ള വഴി കാണിച്ചു കൊടുത്ത് രണ്ടുപേരും വഴി നഷ്ടപ്പെട്ടു എന്നുള്ളത് രണ്ട് പാപമുള്ളൂന്നല്ലേ നമ്മുടെ ബിഗ് ബുക്കിൽ പറയുന്നത്. ഏയിൽ 2 പാപമുള്ളൂ. അപ്പൊ അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് അവരാ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക്. സോ എനിവേ ഇത്തിരി സമയം എടുത്തു പോകണം. എനിവേ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത് 80ാമത്തെ പേജിലാണ് മലയാളത്തില്. 80ാമത്തെ പേജ് മലയാളത്തിലും ഇംഗ്ലീഷിലാണെങ്കിൽ അവിടെ ആർക്കെങ്കിലും പറയാമോ? ഇംഗ്ലീഷിലാണെങ്കിൽ 82ാമത്തെ പേജിലാണ്. അതിന്റെ 81ാമത്തെ പേജിന്റെ ഏറ്റവും അടിയിലത്തെ
പാരഗ്രാഫിലാണ് ഇംഗ്ലീഷിൽ. ചില മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനിൽ ഒരു പാരഗ്രാഫിനെ രണ്ടായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഇതിന്ന് കണ്ടുപിടിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരിയൊക്കെ മാറിപ്പോയൊന്ന് ക്ഷമിച്ചേക്കണം. അപ്പൊ ഇനി നമുക്ക് പോകാനുള്ളത് അതെ, കുടുംബ ബന്ധത്തിലെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ അതിനകത്ത് ഇംഗ്ലീഷ് വായിച്ചു വരുന്ന അവർ ഡിസൈൻ ഫോർ ലിവിങ് ഇസ് നോട്ട് എ വൺ വേ സ്ട്രീറ്റ്. ഇറ്റ് ഈസ് ആസ് ഗുഡ് ഫോർ ദ വൈഫ് ആൻഡ് ഫോർ ദ ഹസ്ബൻഡ്. If we can forget, so can she. It is better, however, that one does not needlessly name a person upon whom she can vent jealousy. ഇതാണ് ഇംഗ്ലീഷിന്റെ ഭാഗത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് മലയാളത്തിലേക്ക് വരാം. ജീവിതത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ധാരണ ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു പാതയല്ല. അത് ഭാര്യയ്ക്ക് എന്ന പോലെ തന്നെ ഭർത്താവിനും നല്ലതിനുള്ളതായിരിക്കണം. നമുക്ക് മറക്കാൻ പറ്റുമെങ്കിൽ അവൾക്കും അതിന് കഴിയണം. അവളുടെ അസൂയ എന്ന് പതിച്ചേക്കാനുള്ള വ്യക്തിയോട് വ്യക്തിയുടെ പേര് അവളോട് പറയാതിരിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പൊ ഇത് മനസ്സിലായില്ലേ? മദ്യപാനികളുടെ ജീവിതത്തിൽ വളരെ റയർലി ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? മദ്യപാനിയുടെ കാര്യത്തിൽ ഉറപ്പാണ് ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ അറിഞ്ഞോ അറിയാതെ പോരാത്തിന് അഡിക്ഷനിൽപ്പെട്ട ഒരു കാര്യമാണല്ലോ സെക്ഷൽ ആയിട്ടുള്ള അഡിക്ഷൻ എന്നുള്ളത്. അപ്പൊ അത് ചിലപ്പോ ഒരു കുറെ നാളുകൾ ഈ ഭർത്താവിന്റെ അവഗണനയ്ക്ക് പാത്രമാകുന്ന ഭാര്യമാര് ചിലപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള ഒരു അതിര് കഴിഞ്ഞ ബന്ധത്തിലേക്ക് പോകണമെന്നില്ല, പോയിട്ടുമുണ്ട്, സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാം. ഇന്നത്തെ പോരാത്തന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒന്നോടുകൂടി നമുക്കറിയാലോ ഇത്തിരി കുറഞ്ഞു തോന്നും. ഒരിടയ്ക്ക് ഒരു മിസ്ഡ് കോളിൽ കൂടി ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട്, ഡൈവോഴ്സ് ചെയ്ത സംഭവങ്ങളുണ്ട്, ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ വെട്ടിക്കൊന്നുണ്ട്, ഭാര്യയും കാമുകനോടും കൂടി ഭർത്താവിനെ വെട്ടിക്കൊന്നുണ്ട്. സംഭവത്തിന്റെ തുടക്കം എന്താണ്? ഒരു മിസ്ഡ് കോൾ. അതിപ്പോ കേൾക്കാറില്ല. മിസ്ഡ് കോൾ ഇപ്പൊ വേറെ പല സംഭവങ്ങളാണ്. ഇപ്പൊ വാട്സപ്പുമായി, പണ്ട് വാട്സപ്പ് ഒന്നും നടന്നില്ല, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്കൊരു ജീവിത ശൈലി എന്നുണ്ട്. ആ ശൈലിയിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ഞാൻ ആരോടും ക്ഷമിക്കില്ല. ഈ കാര്യം നമുക്കുണ്ട്. അതിപ്പോ ഈ വൈഫിനോട് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ മറ്റ് ചേട്ടനോടോ അനിയന്മാരോടോ അച്ഛനോടോ അമ്മോടൊക്കെ വരാൻ വഴിയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അതുകൊണ്ട് ഇവിടെ ഭാര്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഭാഗത്ത് കുടുംബ ബന്ധത്തിലാണ്. അതുകൊണ്ട് അത് ഭാര്യയ്ക്കെന്ന പോലെ ഭർത്താവിനെന്നുള്ള തുടങ്ങി നമുക്ക് മറക്കാൻ പറ്റുമെങ്കിൽ അവൾക്കും അത് കഴിയും. അപ്പൊ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റാ, ഒരു അബദ്ധമോ, അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മളറിയാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം കുഞ്ഞുങ്ങളുണ്ടാവും, 2-3 മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇത് വലിയൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് പറ്റത്തില്ല. ഇങ്ങനെയുള്ള ചില വ്യക്തികളെ കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ അതാണ് ഈ ഫോർഗെറ്റ് ഈച്ച് അതർ എന്ന് പറയും നമ്മുടെ പ്രോഗ്രാം പ്രകാരം. വി ആർ ടു ഫോർഗെറ്റ്. അപ്പൊ ഞാൻ അതിന് സന്നദ്ധനായിരുന്നെങ്കിൽ അവരും നമ്മളോട് പറയും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്ന? ഒരു പുതിയൊരു ബന്ധം തീർച്ചയായിട്ടും ഉരുത്തിരിഞ്ഞു വരും. പക്ഷെ വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കാനുള്ള, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ചിലപ്പോ നമ്മൾ ഒരു ഹോണസ്റ്റ് ആയിട്ട് രണ്ടുപേരും കൂടെ രമ്യതയിലിട്ട് കഴിയുമ്പോ ഈ ഭാര്യയ്ക്ക് ഒരു താല്പര്യം തോന്നും, ഇത് ആരായിരുന്നു കക്ഷി. ഭർത്താവിന് ഭാര്യമാരുടെ കാര്യത്തിൽ വളരെ റെയർ ആയിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് വളരെ നല്ല ഭാര്യമാരെയാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് ലോകമെമ്പാടും പറയുന്ന പൊതുവെ പറയുന്നത്. വളരെ റെയർ ആയിട്ടുള്ള ചില കേസുകളിൽ മാത്രമൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരുടെ പേര് പറയരുത്. കാരണം നമ്മളൊരു പേര് എന്നെ ആളൊക്കെയായിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ജലസി എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കും. എന്ന് പറയുന്നത് അസൂയ എന്ന് പതിച്ചേക്കാൻ ഇടയുള്ള ഒരു വ്യക്തിയാണ് അസൂയ. ആ വാക്ക് ശ്രദ്ധിക്കണം. അവളുടെ അസൂയ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ക്യാരക്ടർ ഡിഫക്ട് ഞാൻ എന്റെ ഭാര്യയുടെ ഉള്ളിൽ പാകി കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ അസൂയ ഇതെല്ലാം ഒഴിവാക്കി തീർത്തിട്ട് നിൽക്കുകയാണ്. പക്ഷെ കൂടുതൽ ഭയങ്കര സത്യസന്ധതയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും.
സോ അത് ഒഴിവാക്കുക, അതാണ് ഉചിതം. കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി പേരും വീരും എന്ന് അറിയേണ്ട കാര്യമില്ല. ഞാനത് ഉപേക്ഷിച്ചു, നമ്മളത് മറന്നേക്കുക. ഞാൻ അപ്പുറത്തേക്ക് പോകണ്ട. ചിലർ വലിയ സത്യസന്ധതയോടുകൂടി ചിലപ്പോൾ കൂടുതൽ പേരും നാളും വീട്ടുകാരും എന്തായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിന് പോകരുത്. സിമ്പിളായിട്ട് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുക. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നിങ്ങളിതിനെ ഇതായിട്ടെടുക്കരുത്. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് പെട്ടുപോയിട്ടുള്ളവർ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, ഒന്നും മറച്ചു വെക്കാതെ വെട്ടിത്തുറന്ന് പറയേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അത്തരം ഒരു ഗൂഢമായ സാഹചര്യത്തെ കുറിച്ച് പുറത്തുള്ള ഒരാൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നാണ് സദ്ബുദ്ധിയുടെയും സ്നേഹാർദ്രമായ ദയയുടെയും മാർഗമെന്ന് രണ്ടുപേരും തീരുമാനിച്ചേക്കാം. ഇരുവരിൽ ഓരോ ആളും മറ്റേയാളിന്റെ സന്തോഷം മനസ്സിൽ കരുതി അതിനായി പ്രാർത്ഥിച്ചേക്കാം. നാം നേരിടുന്നത് ഏറ്റവും ഭയങ്കരമായ മനുഷ്യവികാരമായ അസൂയയോടാണെന്ന കാര്യം എപ്പോഴും കരുതിയിരിക്കുക. ഈ വാചകം ശ്രദ്ധിക്കണം, ചുമ്മാ വെറുതെ വായിച്ചു പോകരുത്. ഇരുവരിൽ ഓരോ ആളും മറ്റേയാളിന്റെ സന്തോഷം മനസ്സിൽ കരുതി അതിനായി പ്രാർത്ഥിച്ചേക്കാം. ഇതിനകത്തുള്ള അടുത്ത വാക്കാണ്, നാം നേരിടുന്നത് ഭയങ്കരമായ മനുഷ്യവികാരമായ അസൂയയോടാണെന്ന കാര്യം എപ്പോഴും കരുതി. മാരക പാപങ്ങളിൽ ഒന്നാണ്. അതിനകത്ത് ഇവിടെ നമ്മുടെ മാനുഷികമായിട്ടുള്ള മനുഷ്യവികാരമായ അസൂയയോടാണെന്ന കാര്യം പഠിക്കുക. നേർക്ക് നേരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം ഏതെങ്കിലും ഒരു പാർശ്വഭാഗത്തെ കൂടിയുള്ള അക്രമമാണ് നല്ലതെന്ന് ഒരു നല്ല പട്ടാള മേധാവി കരുതപ്പെടുന്നു. അപ്പോ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ കൂടെ നോക്കുകയാണെങ്കിൽ, യെസ്, ഈച്ച് മൈറ്റ് പ്രേ അബൌട്ട് ഇറ്റ്, ഹാവിംഗ് ദ അതർ വൺസ് ഹാപ്പിനെസ് uppermost in mind. Keep it always in sight. We are dealing with the most terrible human emotion, jealousy. Most terrible human emotion, that is jealousy. The good generalship may decide that the problem be attacked on the flank rather than the risk of face-to-face combat. The good generalship, ഒരു നല്ലൊരു ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഇവിടെ പട്ടാള മേധാവി എന്നാണ് പറയുന്നത് മലയാളത്തിൽ ചെയ്തിരിക്കുന്ന, അതായിരിക്കും പട്ടാള മേധാവി തന്നെയായിരിക്കും ഗുഡ് ജനറൽഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതായാലും എന്താ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൂ. ഇതാണ്, നേർക്ക് നേരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം ഏതെങ്കിലും പാർശ്വഭാഗത്തിലുള്ള ആക്രമണമാണെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് decide to the problem attacked on the attacked. Yes, ഏറ്റവും flank rather than risk a face to face combat. അപ്പൊ നമുക്ക് അറിയാം യുദ്ധത്തിലൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നേർക്ക് നേരെ വെടിവെക്കാതെ എതിരാളി വരുന്ന വഴികളെ മനസ്സിലാക്കിയിട്ട് നമ്മള് ആ എതിരാളിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയില്ല. എന്നപോലെ തന്നെ ഈ വൈകാരികമായിട്ടുള്ള ഈ കുറവിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുക. ഇവിടെ പ്രാർത്ഥനയാണ് അതിന്റെ ആയുധം, വേറെ ഒന്നും ഏറ്റവും ഒന്നുമില്ല. അല്ലാതെ നമ്മൾ നേരിട്ടിട്ട് എല്ലാം നേരെ അങ്ങോട്ട് പറയാനായിട്ട് നിൽക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം ഇതിനകത്ത് വരുന്ന നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന അസൂയ എന്നുള്ളൊരു വികാരത്തെ നമ്മുടെ കുടുംബത്തില് അല്ലെങ്കിൽ നമ്മുടെ വൈഫിന്റെ ഉള്ളിൽ വളർത്തിയെടുക്കാനായിട്ടാണ്. ഞാൻ കൂടുതൽ സത്യസന്ധനായിട്ട് നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ആൽക്കഹോളിക്സിനുള്ളൊരു വലിയൊരു കുഴപ്പം എന്താണ്, വൈകാരികമായിട്ട് നമ്മളെ എക്സ്ട്രീംസ് ആണ്. ഭയങ്കര സ്നേഹം വരുമ്പോൾ ഭയങ്കര സ്നേഹം, സത്യസന്ധത ഭയങ്കര സത്യസന്ധത. നോ, നമുക്കപ്പോ ഒരു ഇതാണ് ഒരു സ്പോൺസറുടെ ഇമ്പോർട്ടൻസ്. ഓരോ കാര്യങ്ങളിലും ചർച്ച ചെയ്ത് എന്തൊക്കെ എവിടെ വെച്ച് പറയാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു രീതിയിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ശീലത്തിൽ കൂടിയല്ല നമ്മൾ ശീലത്തിൽ കൂടിയാണ് ദുശീലങ്ങളിലേക്ക് പോയത്. അതുപോലെ തന്നെ ദ സെയിം വേ ശീലങ്ങളിൽ കൂടി നല്ല ശീലങ്ങളിലേക്കും വരാൻ നമുക്ക് സാധിക്കും. നല്ല ശീലങ്ങളിലേക്ക്, സദ്ഗുണങ്ങളിലേക്ക്. ദുർഗുണങ്ങളിലേക്ക് പോയ പോലെ തന്നെ സദ്ഗുണങ്ങളിലേക്കും പോകാൻ പറ്റും. ദുർഗുണങ്ങളിലേക്ക് പോയപ്പോൾ നമ്മൾ ആരും കൈപിടിച്ച് നടത്തുകയല്ല, നമ്മൾ തന്നെ മറന്നുപോയതാണ്.
നമ്മളുടെ ചിന്തകളിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ സദ്ഗുണങ്ങളിലേക്ക് വരുമ്പോഴോ നമ്മുടെ കൂടെ ദൈവമുണ്ട്, ഈശ്വരനുണ്ട്, ആ പരമോന്നതനായിട്ടുള്ള ശക്തിയുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ പോയാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള സങ്കീർണതകൾ ഒന്നുമില്ലെങ്കിൽ സ്വന്തം ഗ്രഹത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. കുടിക്കാതെ സ്വഭാവത്തോടെ ഇരിക്കലാണ് തനിക്ക് ആകെ ചെയ്യേണ്ടതെന്ന് പറയുന്ന അമിത മദ്യവസ്ഥനെ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അയാൾ തീർച്ചയായും കുടിക്കാതിരിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയല്ലെങ്കിൽ അയാൾക്ക് വീട് പോലും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ വളരെ ഭയാനകമായ രീതിയിൽ താൻ അവരോടൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ ആദ്യ ഭാര്യയോടും മാതാപിതാക്കളോടുള്ള പ്രായശ്ചിത്തം ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും ഒരുപാട് അയാൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അമ്മമാർക്കും ഭാര്യമാർക്കും ഒക്കെ അമിത മദ്യാസക്തിയിൽ നിന്നുണ്ടായ അനുഭവം അവരുടെ എല്ലാ തരത്തിലുള്ള ധാരണയും താണ്ടിയുള്ള ക്ഷമയാണ് അവരുടേത് എന്നുള്ളതാണ്. അതില്ലായിരുന്നെങ്കിൽ ഞങ്ങളിൽ പലർക്കും വീട് തന്നെ ഉണ്ടാകുന്നതല്ല, ഒരുപക്ഷെ ഞങ്ങൾ മരിച്ചിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അപ്പൊ എന്നാ പിന്നെ സ്വന്തമായിട്ട് കുടിക്കാതെ എങ്ങോട്ട് ഇരിക്കലാണെന്നുള്ള രീതിയിൽ അങ്ങ് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട്. അത് കാര്യമില്ല. അതുകൊണ്ട് കാര്യമില്ല. കുടിക്കാതിരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് ടേക്ക് റെസ്പോൺസിബിലിറ്റി. നമുക്കൊരു ഒരു 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 നല്ലൊരു കുടുംബാന്തരീക്ഷത്തെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടാകും. ആ കാലത്ത് ഈ ബുക്ക് എഴുതുന്ന സമയത്തൊക്കെയാണ് ഒരുപക്ഷെ അവരുടെ ആ സംസ്കാരത്തിലൊക്കെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളതൊരു, നിങ്ങൾക്ക് ഇപ്പൊ യു കെയിലും യു എസിലൊക്കെ ജോലിയോടെ അറിയാം. ഇപ്പൊ ഒരു ഡൈവേഴ്സ് എന്നൊക്കെ പറയുന്നൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എഴുതിയതും കൂടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആദ്യ ഭാര്യയോടും മാതാപിതാക്കളോടും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നവരും പിന്നെ വേറെ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെയുള്ളവരൊക്കെ റിക്കവറിയിൽ വന്നതിന് ശേഷമുള്ള. പക്ഷെ ഇവിടെ പ്രായശ്ചിത്തം ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും ഒരുപാട് അയാൾ മുമ്പോട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ പാപപരിഹാരം അല്ലെങ്കിൽ പരിഹാരക്രിയ, പാപപരിഹാരം എന്നല്ല പരിഹാരക്രിയ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ്, കാരണം അവർക്കെല്ലാം നമ്മൾ ദ്രോഹം ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവർ സഹിച്ചവരാണ്. അവർ നമ്മളോട് ക്ഷമിച്ചിട്ടുമുണ്ട് അല്ലേ? അതിൽ ആ ഒരു ചില കാര്യങ്ങൾ നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മളുടെ ഈ മദ്യപാന കാലത്ത് നമ്മളോട് ചേർന്ന് നിന്നിട്ടുള്ള ഭാര്യയൊക്കെ അവർ മനുഷ്യരാണ്. അവർക്കൊരു പൊട്ടിത്രിയിൽ അവരെന്തെല്ലാം വേണമെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം. ചിലര് കുടുംബങ്ങളിൽ ആത്മഹത്യകൾ അടങ്ങാൻ പറ്റില്ലേ? പിന്നെ കുടുംബത്തിന് നല്ല ഇതുണ്ടോ? ചിലരുടെ കുടുംബത്തില് ഡൈവോഴ്സുകൾ, അതിന്റെ ഇടയ്ക്ക് ഞെരുങ്ങുന്ന ഒരു കുട്ടിയോ അച്ഛനും കൊണ്ട്, ഒരു കുട്ടിയോ അമ്മയും കൊണ്ട്, എന്ത് പീഡയായിരിക്കും ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നതെന്ന് ആലോചിച്ചു. കേസ് പറഞ്ഞിരിക്കുമ്പോ പറയുന്നതാണ് ക്ലെയിം ചെയ്യല്ലേ. ഈ ക്ലെയിം ചെയ്യുന്ന എന്ത് നേടിയത്? ഒന്നും നേടാനില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിക്കലും ഇവിടെ അല്ലേ പറഞ്ഞു, എന്റെ നാട്ടിൽ നടന്നൊരു വീട് ചുമ്മാ ഇടിച്ചു പൊളിച്ച് നിരപ്പാക്കി കളഞ്ഞു. ഒരു ഒറ്റ രാത്രിയും കൊണ്ട് ഒരുത്തൻ അമേരിക്കയിലുള്ള ഭാര്യയും ഭർത്താവും കൂടെ കേസ് കിടന്നു. ഭാര്യ ജയിച്ചു, വീടിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് വീട്ടിൽ താമസിക്കാനുള്ള അവകാശം പറഞ്ഞു. അയാൾ ഒറ്റ രാത്രി കൊണ്ട് വീട് ഒറ്റ രാത്രി കൊണ്ട് ഒരു കല്ല് പോലും, തരി പോലും, മണൽ പോലും ബാക്കിയില്ലാത്തവണ് അയാൾ അവിടുന്ന് ഇടിച്ചു പൊളിച്ചു പറഞ്ഞു. 2 നിലയുള്ള 5-6 നിലയുള്ള വലിയൊരു ബംഗ്ലാവ്. സോ ദാറ്റ് ഈസ് ഇറ്റ്. അതിട്ട് പിന്നെ എന്ത് നേടാൻ? അത് കഴിഞ്ഞിട്ട് ഞാൻ 12 പടി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. സോ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ ദൈവികമായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. ഓരോ പടികളും നമ്മളെ എളിമയിലേക്ക് കൊണ്ടുവരുന്നത്. എളിമ പ്രാക്ടീസ് ചെയ്യണം. എളിമ എന്ന് പറയുന്നത് താഴ്ന്നു കൊടുക്കലല്ല. എല്ലാവരും വിചാരിക്കും ഇത് എളിമാണിച്ചു ഞാൻ തലവനിച്ചു കൊടുക്കുവാണ്. തലവനിച്ചു കൊടുക്കുകയല്ല. നമ്മളിൽ ഓട്ടോമാറ്റിക്കലി ദൈവികമായിട്ട് വരുന്ന ഒരു അനുഭവമാണത്. ആ അനുഭവത്തിന്റെ മുമ്പിൽ എത്ര വലിയ വെട്ടാൻ വന്ന പോത്തും തല താഴ്ത്തും. കാരണം ഇവിടെ നിൽക്കുന്ന ആള് യുദ്ധം ചെയ്യാൻ നിൽക്കുകയല്ല. വളരെ എത്ര വലിയ പ്രശ്നത്തെയും വളരെ വളരെ ഒരു സരളമായ ഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആ ആളുടെ അടുത്ത് ഇയാൾക്ക് ഓപ്പോസിറ്റിൽ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഓർക്കണം, ദൈവമാണ് എന്റെ പിതാവ്. വേറെ ഒരു വാക്ക് വെക്കണ്ട. ഡയറക്ടറും ഏജന്റും പ്രിൻസിപ്പളും ഒക്കെ മാറ്റിവെച്ചു. നമ്മുടെ ബുക്ക് പറയുന്നതാണ്. ഈ ബുക്ക് മാത്രമല്ല, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ക്രിസ്ത്യ മതത്തിൽ ഉള്ളവരായിക്കോട്ടെ,
വായിച്ചു നോക്ക് ബൈബിൾ. എന്താ പറയുക, ബൈബിളിൽ പറയുന്ന, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, 365 പ്രാവശ്യം പറയുന്നുണ്ട് എന്നാ പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളത്. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ. എന്തുകൊണ്ടായിരിക്കാം 365 ദിവസവും പ്രാവശ്യം പറയുന്നത്? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, ഞാൻ വായിച്ചതാണ്. അതിനോട് സമാനമായിട്ടുള്ള അർത്ഥം സെയിം വേർഡുകളായിരിക്കണമെന്നില്ല, പക്ഷെ അതിന്റെ അർത്ഥം ഭയപ്പെടേണ്ട എന്നുള്ള രീതിയിൽ എന്നുണ്ട്. ഗീത പഠിക്കുന്നവർക്ക്, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഗീത ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, എന്താണ് ഇതെല്ലാം സിംബോളിക് അല്ലേ, നമുക്ക് മാതൃകകളാണ്. ഞാൻ ഇപ്പൊ ഖുറാനും വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി കുറെ ഒരു തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ ഇസ്ലാമിനെ കുറിച്ചൊക്കെയാണ്. പക്ഷെ വായിച്ചു വന്നപ്പോ എല്ലാ അധ്യായം തുടങ്ങുന്ന പരമകാരുണ്യവാനായ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ വാക്ക് കേട്ടാൽ മതി. പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമത്തിൽ പറഞ്ഞിട്ട് ഓരോരോ അധ്യായങ്ങൾ തുടങ്ങുന്നു, അവസാനിക്കുന്നത് പരമ എക്സ്ട്രീമായിട്ട്. ഇതിൽ വലിയ കരുണയുള്ള ആളില്ല. ഇതെല്ലാം ഒരാൾ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കാൻ പറ്റുന്നത്. ഞാൻ എന്നതായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്താൽ നന്നായിരിക്കും. കാരണം ഒത്തിരി പ്രാവശ്യമൊന്നും ഈ ബിഗ് ബുക്ക് സ്റ്റഡി ഒന്നും നടത്താൻ എനിക്ക് പറ്റുമെന്ന് തോന്നല്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരേ കാര്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ക്ഷമ, സഹനം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കുക, എന്താണ് പറയുന്നത്, നമ്മുടെ എല്ലാം തന്നെ വീട് തന്നെ ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ നമ്മൾ മരിച്ചിട്ടുണ്ടാകും. ചെറിയൊരു കാരണം, ചെറിയൊരു ജസ്റ്റ് വി സ്റ്റുഡ് അറ്റ് ദ ടേണിംഗ് പോയിന്റ്. ഞങ്ങൾ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു. ആ വഴിത്തിരിവിൽ നിന്ന് നമ്മൾ തിരികെയാണ് ദൈവികമായിട്ടുള്ള മാർഗത്തിൽ. ആ മാർഗത്തിൽ തിരിഞ്ഞെങ്കിൽ പിന്നെ ഇടയ്ക്ക് പിന്നെ വെച്ച് തിരിഞ്ഞിട്ട് വേറെ സൈഡിൽ കൂടെ ഇടയ്ക്കോടെ കയറി വട്ടം കയറി കറങ്ങി എന്നോ. എന്തിനാ അതിന്റെ ആവശ്യം? ജീവിതം ആസ്വദിക്കാനല്ല നിൽക്കുന്നത്. ആസ്വദിക്കാനുള്ള നമുക്ക് തെറ്റായിട്ടുള്ള ചില ധാരണകൾ നമ്മുടെ ഉള്ളിൽ അങ്ങ് കയറിയത് കൊണ്ടല്ല നമ്മൾ സുഖം ഇതാണെന്ന് വിചാരിച്ചുകൊണ്ട് പോയത് തന്നോ അല്ലല്ലോ. അപ്പൊ യഥാർത്ഥ സുഖത്തിലേക്കുള്ള ഒരു വഴി നമുക്ക് അതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സർട്ടൻ എക്സ്റ്റന്റ് വരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങൾക്കെന്നല്ല, എനിക്ക് നിങ്ങൾക്കൊക്കെ. കാരണം ജീവിതത്തിന്റെ യഥാർത്ഥ സുഖം നമ്മളിപ്പോ അടുത്ത പേജിൽ വരുമ്പോ എന്താണ് പ്രോമിസസ് വായിക്കുമ്പോൾ, വാഗ്ദാനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ പടികൾ എഴുതുമ്പോൾ കിട്ടുന്നെന്നുള്ളത്. സോ അതുകൊണ്ട് ഇത് വളരെ ഈ പാരഗ്രാഫൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് പോയാൽ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അലറിപ്പാഞ്ഞെടുക്കുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് അമിത മദ്യപാനം മനസ്സ്. ഇത്ര വലിയൊരു വാക്ക ഉപയോഗിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അലറിപ്പാഞ്ഞെടുക്കുന്ന ഒരു ചുഴലിക്കാറ്റ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്. The alcohol is like a tornado roaring his way through the life of others. Hearts are broken, sweet relationships are dead, affections have been uprooted, selfish and inconsiderate habits have kept at the home in the turmoil. So we feel a man is unthinking that when he says that sobriety is enough. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നശിപ്പിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലേക്ക് ഈ സ്വഭാവ ദൂഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പടികളൊക്കെ ചെയ്തിട്ട് വീണ്ടും ഈ പഴയ സ്വഭാവം വെച്ചുകൊണ്ട് പുനർജനിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ വീണ്ടും പഴയ സ്വഭാവം വെച്ചുകൊണ്ട് ഒരു ഹോണസ്റ്റി ഇല്ലാതെയും മറ്റു ഈ അഡിക്ഷനിലേക്കൊക്കെ വീണ്ടും മദ്യപിക്കാതെ ആയിരിക്കും പോകുന്നത്. ചിലർ കുടിക്കുന്നുണ്ടായിരിക്കും, വാട്ടവർ. ഇവിടെ അതൊന്നും പറയുന്നില്ല. ഒരു മദ്യപാനാസക്തൻ, ഞാനൊരു മദ്യപാനാസക്തനാണ്. ഞാൻ ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല. പക്ഷെ എന്റെ ജീവിതത്തിലെ ഈ പടികളെ വിട്ടിട്ട് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അലറി പാഞ്ഞടിക്കുന്ന ഒരു ചുഴലിക്കാറ്റ്. എത്ര വലിയ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം ചുഴലിക്കാറ്റ് എന്താ സംഭവിക്കുന്നത്. ഹൃദയങ്ങൾ ഭേദിക്കപ്പെടുന്നു, മധുരമേർന്ന ബന്ധങ്ങൾ മരിക്കുന്നു, സ്നേഹബന്ധങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടു, സ്വാർത്ഥത നിറഞ്ഞതും മറ്റുള്ളവരെ കുറിച്ചും ഒട്ടും ഇല്ലാത്തതുമായ ശീലങ്ങൾ വീടിനെ ആകെ കലങ്ങി മറിഞ്ഞ നിലയിലാക്കിയിട്ടുണ്ടാകും. തനിക്ക് കുടിക്കാതിരിക്കുന്ന അവസ്ഥ മാത്രം മതി എന്ന് ഒരാൾ പറയുമ്പോൾ
അയാൾ ഒട്ടും ചിന്തിക്കുന്നേയില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. I am sober. I am sober for 29 plus years. And ഇവിടെ ഞാനും എൻ്റെ മുറിയിൽ നിന്ന് നിങ്ങളോട് മീറ്റിങ്ങിലും ഇതെല്ലാം ചെയ്തിട്ടു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ മിണ്ടാതെ ചെന്ന് ടേബിളിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് വൈഫിനോട് ചോദിക്കത്ത് പോലുമില്ല കഴിച്ചോ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുത്ത് വെച്ചോ, ഉണ്ടാക്കി എന്താ വെച്ചേക്കണമെന്ന് വെച്ചാൽ അതിനകത്ത് 4 കുറ്റം പറഞ്ഞു വേണമെങ്കിൽ അതെടുത്ത് എടുത്ത് മെച്ചപ്പുറത്തേക്ക് അമർത്തിയിട്ടിട്ട് വേണ്ട കിടക്കുമെന്നും പറഞ്ഞിട്ട് 4 പേരെയും പറഞ്ഞു കൊണ്ടുപോകുന്ന അത് സോബറിറ്റിയാണ്. എത്ര വലിയ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ റിക്കവറിയിൽ. നമ്മൾ വളരെ ഈ കൊല്ലിങ് എന്താ പറ്റുക? മധുരമയാർന്ന ബന്ധങ്ങൾ മരിക്കുന്നു, സ്നേഹബന്ധങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടുന്നു, സ്വാർത്ഥത എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് ഒട്ടും പരിഗണനയില്ലാത്ത ആ ശീലങ്ങൾ വീടിനെ ആകെ കലങ്ങി മറിഞ്ഞ നിലയിലുണ്ടായിട്ടുണ്ട്. തനിക്ക് കുടിക്കാതിരിക്കുന്ന അവസ്ഥ മാത്രം മതി എന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ ഒട്ടും ചിന്തിക്കുന്നില്ലാന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത് ഈ പാവമൊക്കെ ശരിക്കും നമ്മൾ പഠിക്കണം. നിങ്ങളും പഠിക്കണം, നിങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ബുക്കുള്ളവരോടൊക്കെ ഞാൻ പറയാറില്ല, നിങ്ങൾ എടുക്കുന്ന അണ്ടർലൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കാരണം ബിഗ് ബുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് വളരെ കുറച്ച് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവാറുള്ളൂ സാധാരണ. അപ്പൊ അത് കുറെ മാറ്റം വന്നു തുടങ്ങി. അപ്പൊ കുറച്ചൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മുമ്പൊക്കെ ബിഗ് ബുക്ക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇതുകൊണ്ട് എന്റെ കാര്യം മീറ്റിങ്ങിലെ വെള്ളമടിച്ച കഥകൾ പറഞ്ഞിരിക്കുന്ന കേൾക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിലൊക്കെ ആണെങ്കിൽ. ബിഗ് ബുക്ക് എന്ന് പറഞ്ഞ ഇതിന് നമ്മുടെ പള്ളികളിൽ അറിയാം, എനിക്കും ബിനുവിനൊക്കെ പറയാം. ഞങ്ങളുടെ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ചയൊക്കെ ചില ധ്യാനമൊന്നും പ്രാർത്ഥന പറഞ്ഞ 10 ആളുണ്ടാവും, 10 ആളുണ്ടാവും, അല്ലെങ്കിൽ 15 ആളുണ്ടാവും. വലിയ ഇടവകയാ, വലിയ ഇടവകയാ. കോട്ടൂർ പള്ളി, പിന്നെ പാവകക്ഷിക്കാരൻ, മത്രകാശി, എല്ലായിടത്തും ഇതാണ് അവസ്ഥ. ആ സമയത്ത് ഏതെങ്കിലും പെരുന്നാളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പോത്തിനെയൊക്കെ വെട്ടണമെന്ന് പറഞ്ഞാൽ നാശം, വെള്ളപ്പൊക്കവും ഉന്തം തള്ളും പൈസ ഇടാനും കൈമുത്താനും ഇതിനൊക്കെ ആയിട്ടുള്ള അതാണോ സ്പിരിച്വാലിറ്റി? എന്റെ ഉദാഹരണത്തിന് ഞാനും ബിനുവും ഞങ്ങളുടെ 2 പേരുടെ ഇടവേല കാര്യം പറഞ്ഞതിന് കുഴപ്പമില്ല. നിങ്ങളുടെ ഇടവേക്കാലേ അറിയത്തില്ല, ഇല്ല, ആളില്ല. പക്ഷെ ബിഗ് ബുക്ക് പഠിക്കണം. ഇതുകൊണ്ട് നമ്മുടെ ബിഗ് ബുക്ക് നശിച്ചൊന്നും പോകുന്നില്ല, നിലനിൽക്കൂല. ഇത്രയും വർഷം നിലനിന്നാണ് ഇനിയും നിലനിൽക്കും. ബൈബിൾ നിലനിന്നെങ്കിൽ ബിഗ് ബുക്ക് നിലനിൽക്കും. വിശുദ്ധ ഖുർആൻ നിലനിന്നെങ്കിൽ ഇതും നിലനിൽക്കും. ഗീതയോ ഉപനിഷത്തും വേദങ്ങളും നിലനിന്നുവെങ്കിൽ ഇതും നിലനിൽക്കും. നമുക്ക് വേണ്ടിയിട്ട് ദൈവത്താൽ ഉണ്ടാക്കിപ്പെട്ടിട്ടുള്ള ബുക്കാണത്. നമ്മളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരെ കുറിച്ചൊന്നുമില്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതല്ല. അമിത മദ്യപാനാസക്തർക്ക് ഒരു ചികിത്സയും ഇതുവരെ ഇല്ലാത്ത, കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് തകർന്നു തരിപ്പണമായ തന്റെ വീട് കാണുന്ന ഒരു കർഷകനെ പോലാണ് ഭാര്യയുടെ അയാളായി പറയുന്നു. ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും കാണേണ്ട എന്റെ പറഞ്ഞവരെ, കൊടുങ്കാറ്റ് നിന്നു, അതിനാൽ അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പൊ ഇവിടെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് തകർന്നരിപ്പണമായ തന്റെ വീട് നടക്കുന്ന ഒരു കർഷകനെ പോലെയാണ് അല്ല അയാൾ പറയുന്ന. ആ ഭാര്യയോട് വന്ന് എല്ലാം പോയി എന്നാലും എന്താണ് കൊടുങ്കാറ്റ് നിന്നല്ലോ എന്നുള്ളത്. ഇംഗ്ലീഷിലും yes. So he is thinking the father who came upon the cyclone cellar to find his home ruined. To his wife, he remarked, "Don't see anything matter here. More. I mean, grand the wind stopped blowing." So ഒരു ശരിയായിട്ടുള്ള stop drinking is not enough for this kind of people. ഇങ്ങനെ സ്വഭാവത്തിലുള്ള വൈകൃതങ്ങളുള്ള ആളുകളിൽ കൊടി നിർത്തുക എന്നുള്ളത് പ്രയോജനമില്ല. എന്തിനും ന്യായങ്ങളും കാരണങ്ങളും മറ്റുള്ളവരിലേക്ക് ബ്ലെയിം ചെയ്തൊക്കെ പറയുന്ന ആളുകളിലേക്ക് ഓർക്കുക,
ഇതിന്റെ സ്പോൺസർ എന്നെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഈസ് ഇനഫ് ഫോർ ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അതുകൊണ്ടാണ് എന്താണ് വി ഫീൽ എ മാൻ ഈസ് അൺതിങ്കിങ് വെൻ ഹി സേസ് ദാറ്റ് സോബറൈറ്റി ഈസ് ഇനഫ്. സോബറൈറ്റി ഈസ് ഇനഫ്. അങ്ങനെ ചിന്തിക്കാത്തവര്, അൺതിങ്കിങ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സോബറൈറ്റി എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് പഠിച്ച് തന്നെ പോകണം. സമയമുണ്ടല്ലോ അല്ലേ? യെസ്, അതെ. വളരെ ദീർഘകാലമായ കാലം പുനർനിർമ്മാണത്തിന് വേണ്ടി മുൻപിലുണ്ട്. അതിന് നാം മുൻകൈ എടുക്കണം. നമ്മൾ ഖേദിക്കുന്നു എന്ന ശോകാർദ്രമായ പെരുകുറുക്കൽ കൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഈ ഖേദിക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായില്ല. നാം കുടുംബാംഗങ്ങളോട് ഒത്തിരുന്ന് തുറന്ന മനസ്സോടെ നാം ഇപ്പോൾ കാണുന്ന തരത്തിൽ കഴിഞ്ഞ കാലം വിലയിരുത്തണം. അവരെ ഒട്ടും കുറ്റപ്പെടുത്താതിരിക്കാൻ നാം ശ്രമിക്കണം. അവരുടെ കുറവുകൾ ഒരുപക്ഷെ കൂടുതൽ തെളിഞ്ഞു വരാം. പക്ഷേ നമ്മുടെ തന്നെ പ്രവൃത്തി തന്നെയാണ് അതിന് ഭാഗികമായി ഉത്തരമായിരിക്കുന്നതിനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ കുടുംബത്തോടൊപ്പം വീട് വൃത്തിയാക്കുന്നു. നമ്മുടെ ഇനിയുള്ള കാലത്ത് നമ്മൾ കുടുംബമായിട്ടൊരു തുറന്ന സംസാരം ഉണ്ടാവണം. മക്കളൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളതിലൊരു തമാശ രൂപേണമെങ്കിലും ഒക്കെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലൊക്കെ നമുക്ക് പറഞ്ഞ് വരുമ്പോ അതിൽ കൂടിയൊക്കെ ഈ അമൻസ്, ലിവിങ് അമൻസ് എന്നൊക്കെ പറയാറില്ല, അത് ആ കാര്യങ്ങളൊക്കെ ആ രീതിയിലൊക്കെ നടന്നിരിക്കും. അത് yes, there is a long period of reconstruction ahead. We must take the lead. നമ്മളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. റീകൺസ്ട്രക്ഷൻ, വിൽസൺ നല്ല കുറെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. റീകൺസ്ട്രക്ഷൻ, റീസ്റ്റോർ, റീബോൺ, റീബിൽഡ്, വാക്കുകളൊക്കെ നല്ല ലളിതമായിട്ടുള്ള രീതിയിൽ ഏതാണ്ട് ഒരേ അർത്ഥമുള്ള വാക്കുകളൊക്കെയാണ്. പക്ഷെ അത് നല്ല രീതിയിലാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നല്ല രീതിയിലാണ്. വി ought to sit down with the family and frankly analyze the past as we now see it, being very careful not to criticize them. നമ്മൾ ഒരിക്കലും മക്കളെയും ഭാര്യനെയും ഒന്നും കൂടുതൽ വിചാരിക്കാൻ ശ്രമിക്കണം. അപ്പൊ ഈ 9, 10 പടികള് ഈ ഭാഗത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ 8, 9, 10 ഇതിനകത്ത് 11 ഒക്കെ വരുന്നുണ്ട് കുറച്ചൊക്കെ പല ഭാഗത്തായിട്ടൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും നമ്മളുടെ തെറ്റുകളെ ഒരു തമാശ രൂപേണ സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞു പോയി കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്കും മനസ്സിലാവും. കാരണം ഇവിടെ ആ ഒരു അന്തരീക്ഷം മാറുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ പറയുന്ന നമ്മുടെ പ്രഭാത ധ്യാനങ്ങളിൽ ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ദയയ്ക്കും സ്നേഹത്തിനുള്ള മാർഗം കാണിച്ചു തരുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രഭാത ധ്യാനങ്ങളിൽ ഇതിന് ഒരു 11th സ്റ്റെപ്പിന്റെ ഒരു പ്രയറായിട്ട് പറയാറുണ്ട്. നമ്മുടെ പ്രഭാത ധ്യാനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാണ്, ദൈവമേ എനിക്ക് ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ദയയ്ക്കും സ്നേഹത്തിനുള്ള മാർഗം തരുന്നതിന് ഞാൻ അപേക്ഷിക്കുന്നുവെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ രീതിയിൽ പ്രയത്നം എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ദയയ്ക്കും സ്നേഹത്തിനും ടു എവരി വൺ എന്റെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എവരി വൺ, എല്ലാവരോടും. ഒരാളോട് പോലും എന്റെ ജീവിതത്തിൽ ഇനി യാതൊരു വിദ്വേഷം പറയുകയൊന്നുമില്ല. എല്ലാവരോടും സ്നേഹം. Yes. So we clean house with the family, asking each morning in the meditation that our creator, C capital ആണ് അഥവാ God, show us the way of patience, tolerance, kindness and love to everybody എന്ന് നിങ്ങൾ എഴുതി ചേർത്ത് വെച്ചാൽ ഇംഗ്ലീഷിലുള്ളവരാണ് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മലയാളത്തിലുള്ളവർ എല്ലാവരോടും എഴുതി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതൊരു സജഷൻ മാത്രമാണ്.
ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. ആത്മീയ ജീവിതം എന്ന് പറയുന്ന ഒരു തത്വമല്ല, അത് നാം ജീവിച്ചറിയേണ്ട ഒന്നാണ്. ആരുടെയെങ്കിലും കുടുംബാംഗങ്ങൾ ആത്മീയ തത്വങ്ങൾ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ അവരെ അതിന് നിർബന്ധിക്കരുതെന്നാണ് തോന്നുന്നത്. അപ്പൊ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു തത്വമല്ല. സ്പിരിച്വൽ ലൈഫ് ഈസ് നോട്ട് എ തിയറി, വി ഹാവ് ടു ലിവ് ഇറ്റ്. വി ഹാവ് ടു ലിവ് ഇറ്റ് എന്ന് ഇംഗ്ലീഷിൽ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. എപ്പോഴും പറയാറുണ്ട്, ഇറ്റാലിക്സ് വേർഡ്സിൽ ബിഗ് ബുക്കിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളെയാണ്. വി ഹാവ് ടു ലിവ് ഇറ്റ്. തിയറി വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആരുടെയും നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ആത്മീയതത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല അവര്. നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മുടെ ടീനേജ് ഒക്കെ കഴിഞ്ഞ പിള്ളേരൊക്കെയാണെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാനും മോർണിംഗിൽ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വൈകിട്ട് പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ മോനെ പോകുന്നതിന് മുമ്പ് ഒന്നും ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്നൊക്കെ അന്നേരമൊക്കെ അവർ കേൾക്കും. അത് ചിലപ്പോ രാവിലെ നമ്മൾ നോക്കുമ്പോൾ ആശാൻ ബുക്കും പുസ്തകമൊക്കെ എടുത്ത് ഹോണ്ടൊക്കെ ഇട്ടുകൊണ്ട് പുള്ളി അങ്ങ് ഇറങ്ങി പോകും. പ്രാർത്ഥിച്ച് കാണാറില്ല. അപ്പൊ നമ്മളത് വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ ബുക്ക് പറയുന്നത്. അതുകൊണ്ട് അവരോട് നിർബന്ധിക്കുന്നതെന്നാണ് തോന്നുന്നത്. അത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അനുസരണമുള്ള കുട്ടികളാണ്, അത് ചിലപ്പോൾ മറന്നു പോയിട്ടാണെങ്കിൽ പറയാ ചേട്ടാ ഒരു 2 മിനിറ്റ് നേരത്തെ ഉണ്ടെന്ന് എനിക്ക് പോകാൻ പ്രാർത്ഥിച്ചിട്ട് പോയിക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾ സാധാരണഗതിയിൽ ഒരു മാറ്റം ഉണ്ടാവും. കാരണം ദൈവമല്ലേ ഇതിന്റെ ഇടയ്ക്കൊക്കെ പ്രവർത്തിക്കുന്നത്. ചിലരുടെ കയ്യിൽ അത് ഉണ്ടാവില്ല. അപ്പൊ അതിന് നമ്മൾ അതിനാണല്ലോ ഈ നമുക്ക് മാറ്റുവാൻ പറ്റാത്തവയെ മാറ്റുവാനുള്ള ആ ഒരു ധൈര്യം, അല്ല മാറ്റുവാനുള്ള അംഗീകരിക്കാനായിട്ടുള്ള കഴിവ്, അല്ലെ? മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള. അപ്പൊ എനിക്ക് മാറ്റുവാൻ പറ്റാത്ത എന്റെ മകനെ അല്ലെങ്കിൽ എന്റെ ഭാര്യയെ ഐ ക്യാൻ അക്സെപ്റ്റ് ആസ് ദെയർ ആസ്. അവരെങ്ങനെയാണ് ആ രൂപത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്? കാരണം ഞാൻ ഐ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും പ്രതീക്ഷ വെക്കണം, നമ്മുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ആത്മീയ കാര്യങ്ങളെ കുറിച്ച് നാം അവരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കരുത്. സമയമാകുമ്പോൾ അവർ മാറിക്കൊള്ളും. അപ്പൊ അതുകൊണ്ട് ഏത് നേരം വൈകുന്നേരം പ്രാർത്ഥിക്കുക, രാവിലെ പ്രാർത്ഥിക്കുക, അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോകുന്നു പറഞ്ഞിട്ട് നമ്മളൊരു മാതൃകയായിട്ട് മാറുക. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ക്ഷേത്രത്തിൽ പോവുക, നമ്മൾ പള്ളിയിൽ പോവുക. ഇങ്ങനെ വരുമ്പോൾ ആ മാറ്റം നമ്മുടെ വീട്ടിലുണ്ടാവും, സാധാരണതയിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ആ ഒരു വിശ്വാസം ചിന്തിക്കുക. 10-20 വർഷക്കാലം നിരന്തരമായ കുടി ആരുടെയും കാര്യത്തിൽ അവിശ്വാസമുള്ള ഒരാൾക്ക് എന്ന കാര്യം നാം ഓർക്കണം. അവിടെ 3-2 വർഷം അല്ലെങ്കിൽ 6 മാസം മദ്യപാനം നിർത്തിയിട്ടായിട്ടുള്ള അപ്പോഴേക്കും ഈ അവര് 10-15-20 വർഷമായിട്ട് അനുഭവിച്ച പീഡകളിൽ നിന്ന് പെട്ടെന്നൊരു റിസൾട്ട് പ്രതീക്ഷിക്കാൻ നമുക്ക് പാടില്ല. ടോട്ടൽ സറണ്ടർ. ദൈവിൽ 3-ാമത്തെ പടിയുടെ പ്രാർത്ഥനയുടെ അവസാന വാക്ക്, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കണമെന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന മാത്രമെങ്കിലും പ്രാർത്ഥിക്കുക. എന്നും നിങ്ങൾ ഇതൊന്ന് പ്രാർത്ഥിച്ചു, ഈ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കാനൊക്കെ മടിയോ അല്ലെങ്കിൽ ശീലമില്ലാത്തവർ ഇത്രയും പ്രാർത്ഥിക്കുന്നതിന് ബുദ്ധിമുട്ട്. രാവിലെ എണീറ്റിട്ടോ ഭഗവാനെ, ദൈവമേ, അല്ലാഹുവേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കണമെന്ന് ഇത്രയും പറഞ്ഞാൽ മതി. കിടക്കുന്നതിന് മുമ്പ് ഇത് തന്നെ പറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ള ഈ ഭാഗത്തൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്കും നമുക്ക് പ്രാർത്ഥനയോട് നല്ലൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻ ഉണ്ടാവണം. എന്നും ഒരു ദിവസം പോലും രാവിലെ ഇപ്പൊ നമ്മൾ മുമ്പിലത്തെ പറയുക, രാവിലെ ഉണരുമ്പോൾ രാവിലെ നമ്മൾ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ വൈകിട്ടും ഇപ്പോൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ഇൻവെന്ററി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പോകണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ പറയില്ല, 24 മണിക്കൂറിലെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്ക് ദൈവത്തിന് കൊടുത്തുകൂടെ? ബാക്കിയുള്ള സമയത്ത് പണം ഉണ്ടാക്കാനും മറ്റു പല കാര്യങ്ങൾക്കും എല്ലാം ഓടിക്കോളും. ഒരു 2-3 മിനിറ്റ്സ്. ഞാനിതൊന്നും ചെയ്യില്ലാത്ത ഒരാളായിരുന്നു. അല്ലേ? പ്രാർത്ഥിക്കാനും സമയം ഉണ്ടാകുന്നില്ല. പള്ളിയിൽ പോയാലും ഞാൻ പള്ളിയിലൊന്നും ആയിരുന്നില്ല. മനസ്സിലായില്ല.
അപ്പൊ അങ്ങനെ ജീവിച്ചിട്ട് പക്ഷെ നമ്മൾ ശീലങ്ങൾ ഇന്ന് പ്രാർത്ഥനയുടെ ശീലമായിട്ട് മാറി. പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ലളിതമായിട്ടുള്ള കാര്യങ്ങളോട് ചില ദിവസം ദീർഘമായിട്ട് പ്രാർത്ഥിക്കുക, അത് ഓരോരോ ദിവസത്തെ രീതി അനുസരിച്ച്, പക്ഷെ പ്രാർത്ഥിക്കും. അത് നമ്മളുടെ ഏത് മതത്തിലാണെങ്കിലും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പോരാത്തതിന് ഇപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്ന ആളൊക്കെ എന്തായിരുന്നു, അഗ്നോസ്റ്റിക് ആയിരുന്നു അല്ലെ? ബിൽ വിൽസൺ ഒരു അഗ്നോസ്റ്റിക് ആയിരുന്നു. അവസാന ഇദ്ദേഹം ഈ പ്രാർത്ഥനകളൊക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ 100 പേരിലുള്ള പകുതിയിലധികം പേരും അഗ്നോസ്റ്റിക്കുകളായിരുന്നു. ബിലീവേഴ്സ് ആയിട്ട് വന്നവര് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ള പല പേരേ ഉള്ളൂ, അല്ലാത്തവരൊക്കെ അഗ്നോസ്റ്റിക്സുകളായിരുന്നു, അജ്ഞേയവാദികളായിരുന്നു, നിരീശ്വരവാദികൾ കുറച്ചു പേരുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാർത്ഥന ഒരു ശീലാക്കുക, ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ 10-20 വർഷത്തെ കാലത്തെ കൊണ്ട് അവർക്ക് നമ്മളെ കുറിച്ചുള്ള വിശ്വാസമൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുക, സ്നേഹം കാണിക്കുക, മനസ്സിലായില്ലേ? ക്ഷമിക്കുക, കാത്തിരിക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവമേ, എന്റെ മക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥന, എന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഭാര്യമാർക്ക് പോലും വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഡോണ്ട് വറി. ഒരു മാസം നമ്മൾ പ്രാർത്ഥന ഒരു ശീലമായി കഴിഞ്ഞാൽ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് അന്നടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. സ്ലോലി മക്കളും വരാൻ തുടങ്ങും. അല്ലാതെ വേറെ വഴിയില്ല, മനസ്സിലായില്ല? നമ്മൾ വിചാരിക്കുന്ന മാതിരി കാര്യങ്ങൾ നടക്കത്തില്ല, അത് മനസ്സിലാക്കും. ഓക്കെ, നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത തെറ്റുകളുണ്ടാകും. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളത് ശരിയാക്കുമായിരുന്നു എന്ന് ഞങ്ങളോട് സത്യസന്ധമായി പറയാൻ കഴിഞ്ഞാൽ, നോ, അങ്ങനെയല്ല. നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ടാകും. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ അത് ശരിയാക്കുമായിരുന്നു എന്ന് ഞങ്ങളോട് സത്യസന്ധമായി പറഞ്ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത തെറ്റുകൾ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ എന്താണ്, ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളത് ശരിയാക്കുമായിരുന്നു എന്ന് ഞങ്ങളോട് സത്യസന്ധമായി പറയാൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വെക്കും. സോ ഞാൻ എന്നോട് തന്നെ ആം ഐ ഹോണസ്റ്റ്, എന്റെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ തിരുത്താനും കഴിഞ്ഞ കാലത്തെ ജീവിത രീതികളെ മാറ്റാനും ഞാൻ സത്യസന്ധമാണെന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് പറയാൻ സാധിക്കുകയാണ്, യെസ്, ഞാൻ ഈ കാര്യത്തിൽ സത്യസന്ധമാണെന്ന് പറഞ്ഞാൽ പിന്നെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. There may be some wrongs we can never fully right. We don't worry about them if we can honestly say to ourselves that we could write them if we could. So we would write them if we could. Some people cannot be seen. We send them a honest letter. പരിഹാര പ്രക്രിയയുടെ ഭാഗത്താണല്ലോ അപ്പൊ നിൽക്കുന്ന അതിനകത്ത് എന്താണ്, യെസ്, നമുക്ക് നമ്മുടെ ലിസ്റ്റ് 8-9 പടിയുടെ ഭാഗത്ത് കൂടിയാണെന്ന് അറിയാലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്, കുടുംബമായിട്ടുള്ള ലിവിങ് കമന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റാത്ത ആളുകളുണ്ടാവാം, നേരിട്ട് കാണാൻ പറ്റാത്ത. അപ്പൊ എനിക്ക് UK ഉള്ള ഒരാളോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് എന്താ ചെയ്യാൻ പറ്റും, നേരിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അക്കാലത്ത് ഇങ്ങനെ ഇല്ല. ഇപ്പോഴെല്ലാം നമുക്ക് ഫേസ് ടു ഫേസ് ഒക്കെ വിളിക്കാം. ഇത് എഴുതുന്ന കാലത്തിൽ ഇതൊന്നും ഇല്ലാത്തതും കൂടെ നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്താണ് ചെയ്യുന്നത്, നമ്മളവർക്ക് സത്യസന്ധമായ ഒരു കത്തയക്കുന്നു. എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട്. ഏതായാലും ആണുങ്ങളായിട്ടോ ചിലപ്പോൾ പെൺസുഹൃത്തായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യം അവരുടെ കയ്യിൽ തന്നെ ഇതെത്തുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് നമ്മളൊരു കത്തയക്കുന്നത്. സ്വന്തം ചേട്ടനോടായിരിക്കും, അനിയനോടായിരിക്കാം, അവനോട് നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ വിദേശത്തായിരിക്കാം, അവര് നാട്ടിലാണെങ്കിലും നമുക്ക് നേരിട്ട് അയക്കാം, ഒരു കത്തയക്കാം. വിളിച്ച് സംസാരിക്കാനൊക്കെ പറ്റില്ല, വിശദമായിട്ടൊരു കത്തയക്കാം. സുഹൃത്തുക്കളാവാം, ആരായാലും ആ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ചിലരുടെ കാര്യത്തിൽ തെറ്റുപറ്റുന്നത് ശരിയാക്കൽ നീട്ടിക്കൊണ്ടുവന്നത് തക്കതായ കാരണം ഉണ്ടായേക്കാം. പക്ഷെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ
ഞങ്ങൾ ഇത് താമസിപ്പിക്കാറില്ല. ചില ആളുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ സാധിക്കുന്നു വരില്ല. അതൊരു റീസണബിൾ ആണോ എന്നുള്ളത് സ്പോൺസറുമായിട്ട് സംസാരിക്കുക. തൽക്കാലം അത് നമുക്ക് പിന്നെ പെൻഡിങ്ങിൽ വെക്കാൻ പറയാൻ നമുക്ക് സാധിക്കണം. അത് ഒറ്റയ്ക്ക് ഒരു തീരുമാനമായിട്ട് എടുക്കാതിരിക്കുക. പക്ഷെ ഒഴിവാക്കൽ പറ്റുമെങ്കിൽ ഞങ്ങൾ ഇത് താമസിപ്പിക്കാറില്ല. ഏറാൻമൂളികളാകാതെയും ഉപയോഗശൂന്യരാകാതെയും നാം സാമാന്യ ബുദ്ധിയുള്ളവരും നയപരമായ സമീപനവും മറ്റുള്ളവരോട് പരിഗണനയുള്ളവരും വിനയാന്വിതരുമായിരിക്കണം. ദൈവത്തിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ സ്വന്തം കാലുകളിൽ നിൽക്കുന്നു. ഞങ്ങൾ ആരുടെ മുമ്പിലും ഇഴയേണ്ട ആവശ്യമില്ല. എത്ര വലിയ വാക്കാണ് ചെയ്യുന്നത്. ഇതിന് വലിയൊരു വാക്ക് പറയാനുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്കെന്താണ്? Yes, as God's people, we stand on our feet. We don't crawl before anyone. നമ്മൾ ആരുടെ മുമ്പിൽ ഇഴയേണ്ടി വരില്ല. എപ്പോഴാണ് നമുക്ക് ഇഴയേണ്ടി വരുന്നത്, തലവനിക്കേണ്ടി വരുന്നത്? നമ്മൾക്ക് ഒരാളെ കാണുമ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നത്, ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നത്. ഈ രീതിയിൽ ജീവിച്ചാൽ സത്യസന്ധനാണെങ്കിൽ, നിങ്ങളുടെ ഇന്റൻഷൻസ് സത്യസന്ധനാണെങ്കിൽ, നിങ്ങളെ കുറിച്ച് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമ്മുടെ ഉള്ളിൽ മുമ്പ് വായിച്ചില്ലേ, എന്താണ് നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റുന്ന തെറ്റുണ്ട്. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളത് ശരിയാക്കുമായിരുന്നു. ഞങ്ങളോട് സത്യസന്ധമായി പറയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ കുറിച്ച് വില. ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അപ്രൂവൽ നമുക്ക് ആവശ്യമില്ല. ഞാൻ എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ സജ്ജനാണോ സന്നദ്ധനാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ടത്. യെസ്, ഐ ആം റെഡി. ഞാൻ അതിനെ തിരുത്താൻ സന്നദ്ധനാണെങ്കിൽ പിന്നെ ഒരുത്തരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ആരുടെ മുമ്പിലും തല ഉരിക്കേണ്ടി വരത്തില്ല. എവിടെയും തല പിടിച്ചു നടക്കില്ല. ആരെയും കാണുമ്പോൾ ഒളിച്ചോടേണ്ടി വരത്തില്ല. ആരെയും കയറുമ്പോൾ പമ്മിയിരിക്കേണ്ടി വരത്തില്ല. ആരെങ്കിലും കാണുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരത്തില്ല. മീറ്റിംഗിൽ എന്ന് പറഞ്ഞാൽ അതൊരു ചിലർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. എന്റെ ജീവിതത്തിൽ അങ്ങനെ പലരും ഞാൻ ഒരിക്കലും എല്ലാത്തിനും നേരിട്ടിട്ടുള്ളൂ. എല്ലാവരോടും തുറന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. എന്നെ ഭയപ്പെടുന്ന സത്യസന്ധത എന്നുള്ളതാണ് ഏതൊരു മദ്യപാനിയുടെയും എന്റെയും നിങ്ങളുടെ എല്ലാം ബേസ്. ആ ബേസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം അതിൻ്റെതായിട്ടുള്ള സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടു. അതുകൊണ്ട് നമുക്ക് ആരുടെയും മുമ്പിൽ ഇഴയേണ്ട ആവശ്യമില്ല. അപ്പൊ യെസ്, ഇനിയുള്ളത് നമ്മുടെ 9ാമത്തെ പടിയിലുള്ള ഈ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാഗ്ദാനങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ അത് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാല്ല. ബിനു, രാജേഷ്, അരുണാര ഹോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അവരോട് നന്ദി പറയുന്നു. ഇതുവരെ എന്നെ കേട്ട് നിങ്ങൾ വന്നതിലൊക്കെ സന്തോഷം. ആ റെക്കോർഡിംഗ് നടത്തിയേ. താങ്ക് യു നന്ദി സാറേ, ഒരുപാട് നന്ദി. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ബിഗ് ബുക്കിലൂടെ ഞങ്ങളെ